വാസികളായ നമ്പൂതിരിമാരെയും നായന്മാരെയും ഒരു പാഠം പഠിപ്പിക്കാമെന്ന് ഹൈദരാലി അവർക്ക് വാക്കുകൊടുക്കുകയും ചെയ്തു. 1768 ഹൈദരാലി ഒരു വലിയ സൈന്യവുമായി അഞ്ചരക്കണ്ടി നദിയുടെ കരയിലെത്തി. മരകരയിൽ നായർ സൈന്യവും നിലയുറപ്പിച്ചു. പക്ഷേ ഹൈദരാലി തന്റെ അശ്വസേനയെ നായന്മാരുടെ കണ്ണിൽപ്പെടാതെ ഒളിപ്പിച്ചു നിർത്തിയിരുന്നു. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചുകൊണ്ട് തന്നെ ഹൈദരാലിയുടെ കാലാൾപ്പട നദി കടന്ന് നായന്മാരെ നേരിട്ടു. നായർ സൈന്യത്തിന് അവരെ നേരിടാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. നദി കടന്ന് കരയിൽ കയറാത്ത താമസം നായർപ്പട ഹൈദരാലിയുടെ മുസ്ലിം സേനാംഗങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. പക്ഷേ യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഹൈദരാലിയുടെ അശ്വസേന ഒരു ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നദി കടന്നെത്തുകയും ഒരു മിന്നലാക്രമണത്തിലൂടെ നായർപ്പടയെ നിശ്ശേഷം തോൽപ്പിക്കുകയും ചെയ്തു. അലക്സാണ്ടർ ചക്രവർത്തി പോറസിനെ തോൽപ്പിക്കാൻ ചലം നദി കടന്നെത്തിയതുപോലെയാണ് ഇവിടെ ഹൈദരാലിയും ചെയ്തത്. തടവുകാരായി പിടിച്ച സകല നായന്മാരെയും നമ്പൂതിരിമാരെയും ഹൈദരാലി വെട്ടിക്കൊന്നു. അനേകം പേരെ പട്ടണത്തിൽ ആകമാനം കഴുകുമരങ്ങൾ സ്ഥാപിച്ച് അതിൽ കഴിവിലേറ്റി. ഹൈദരാലിയുടെ സൈന്യത്തെ പിന്തുടർന്നെത്തിയ മാപ്പിളമാർ അവരുടെ പ്രതികാരം തീർത്തത് സ്ത്രീകളെയും പിഞ്ചുകുഞ്ഞുങ്ങളെയും പോലും വിടാതെ നായന്മാരെയും നമ്പൂതിരിമാരെയും കൂട്ടക്കൊല ചെയ്തുകൊണ്ടാണ്. ആയിരക്കണക്കിന് സ്ത്രീകളെ അവർ ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു. ഇതുകൊണ്ടൊന്നും തൃപ്തി വരാതെ ഹൈദരാലി 10,000-ഓളം നായന്മാരെ മൈസൂർ സമതലങ്ങളിലേക്ക് നാടുകടത്തി. അവിടെ പലരും വിശന്നും രോഗം പിടിപെട്ടും മരണമടഞ്ഞു. നായന്മാരെയും നമ്പൂതിരിമാരെയും കൂട്ടക്കൊല ചെയ്ത ശേഷം ഹൈദരാലി വിജയശ്രീലാളിതനായി കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. ഹൈദരാലിയെ കണ്ട മാത്രയിൽ സാമൂതിരി അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ മാപ്പ് ഇരന്നു. ഹൈദരാലി സാമൂതിരിക്ക് മാപ്പ് നൽകാൻ മടി കാണിക്കുകയും ചെയ്തില്ല. അതേ തുടർന്ന് സാമൂതിരി ഹൈദരാലിയെ സ്വീകരിച്ച് സ്വർണം കൊണ്ട് അഭിഷേകം ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഹൈദരാലി സാമൂതിരിയോട് വിടവാങ്ങിയത്. പക്ഷേ പിറ്റേ ദിവസം ലോകം കണ്ടത് സാമൂതിരിയുടെ കൊട്ടാരം അപ്പാടെ നിന്ന് കത്തുന്ന കാഴ്ചയാണ്. സാമൂതിരിയും കുടുംബവും അതിൽ എരിഞ്ഞടങ്ങി. മലബാർ ആക്രമണ സമയത്ത് സാമൂതിരിയുടെ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട സാമൂതിരിയുടെ 2 മരുമക്കളും കൂടാതെ തിരുവിതാംകൂർ രാജാവും കൊച്ചി രാജാവും സാമൂതിരി നിശിതമായി വിമർശിച്ചുകൊണ്ട് എഴുതിയതിൽ മനം നൊന്ത് സാമൂതിരി സ്വയം തന്റെ കൊട്ടാരത്തിന് തീകൊളുത്തി എന്നാണ് ഹൈദരാലിയും അദ്ദേഹത്തിന്റെ പുത്രൻ ടിപ്പു സുൽത്താനെയും കുറിച്ച് ചരിത്രമെഴുതിയ MMDLT എന്ന ഗ്രന്ഥകാരൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്രന്ഥകാരൻ അപ്പോൾ മുഗൾ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സാമൂതിരിയെ ഒരു പേടിത്തൊണ്ടനായിട്ടും തന്റെ സംസ്കാരവും മതവും അദ്ദേഹം ഒരു മുസ്ലിമിന് അടിയറ വച്ചുവെന്ന് അവർ ആക്ഷേപം ഉന്നയിച്ചിരുന്നതായി ഈ ഗ്രന്ഥകാരൻ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം പാനിപ്പത്ത് യുദ്ധത്തെ തുടർന്ന് മറാഠികൾക്ക് വടക്കേ ഇന്ത്യയിൽ അവർക്കുണ്ടായ രാഷ്ട്രീയാധിപത്യം അവസാനിച്ചുവെങ്കിലും അവർ തെക്കപ്പോഴും ശക്തരായിരുന്നു. മൈസൂറിൽ അക്കാലത്ത് തങ്ങളുടെ മൂക്കിന് താഴെ ഹൈദരാലിയുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം ഉദിച്ചുയർന്നത് മറാഠികളെ അസ്വസ്ഥരാക്കിയത് തെല്ലൊന്നുമല്ല. ശിവാജിയുടെ കാലം മുതൽ അവർ മുഗളന്മാരോടും ഡെക്കാനിലെ സുൽത്താൻമാരോടും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1764 മറാഠികൾ മൈസൂറിന്റെ പല ഭാഗങ്ങളും ആക്രമിച്ച് കീഴടക്കുകയും ഹൈദരാലിയിൽ നിന്നും വലിയൊരു തുക വസൂലാക്കുകയും ചെയ്തു. 1770 മറാഠികൾ വീണ്ടും